സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത് ഒരു കൊലപാതക കേസാണ്. കൊല്ലം അഞ്ചൽ കൊച്ചുകുരുവിക്കോണം ബെവറേജസിന്റെ മുൻപിലെ കത്തിക്കുത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ബെവറേജസ് ബിൽഡിംഗിന്റെ സെക്യൂരിറ്റി ജീവനക്കാരൻ നെടിയറ സ്വദേശി 60 വയസ്സുള്ള ഭാസിയാണ് മരിച്ചത്. കേസിലെ പ്രതിയായ ജയചന്ദ്ര പണിക്കരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയാണ് സംഭവം ഉണ്ടായത്. 3 പേർക്ക് കുത്തേറ്റെന്ന് പറയുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി പുനലൂരിൽ നിന്നും മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഏതെങ്കിലും മദ്യപാനവുമായി ബന്ധപ്പെട്ട തർക്കമാണോ ഈ രീതിയിലൊരു കൂട്ടാക്രമണത്തിലേക്കും കൊലപാതകത്തിലേക്കും നീങ്ങിയത്? ഇത് മദ്യപാനവുമായി ബന്ധപ്പെട്ട ഒരു തർക്കമല്ല ഈ കത്തിക്കുത്തിലേക്ക് കലാശിച്ചത്. അപ്പൊ ഈ മരണപ്പെട്ട നെടിയറ സ്വദേശിയായ ഭാസിയും പോലീസ് അറസ്റ്റ് ചെയ്ത കേസിലെ പ്രതിയായ ജയചന്ദ്ര പണിക്കരും തമ്മിൽ മുൻപ് ഉണ്ടായിരുന്ന ഒരു വഴക്കും അതിനെ തുടർന്നുള്ള ഒരു വൈരാഗ്യവും ഇത് ചോദ്യം ചെയ്തതിനായിട്ടാണ് ഇദ്ദേഹത്തിന്റെ മകനും മനോജും കൂട്ടാളിയും അവിടെ എത്തുകയും ഈ ജയചന്ദ്ര പണിക്കരെ മർദ്ദിക്കുകയും ചെയ്തു. 2 ദിവസം മുമ്പ് നടന്നൊരു സംഭവമാണ്. അതിന്റെ പിന്തുടർച്ച എന്ന നിലയിൽ ജയചന്ദ്ര പണിക്കർ ഫാസിയോട് ചോദ്യം ചെയ്യുന്നതിനായാണ് ഇന്നലെ ബിവറേസിന്റെ അവിടെ എത്തുന്നത്. ഈ മരിച്ച ഫാസി ആ ബിവറേസിലിരിക്കുന്ന ആ ബിൽഡിങ്ങിന്റെ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. അങ്ങനെ ഇവർ തമ്മിൽ വഴക്കുണ്ടാകുകയും തൊട്ടടുത്ത സമീപത്ത് ഗോഡൌണിന്റെ ഭാഗത്ത് വെച്ചാണ് ഇവരെ 3 പേരെയും, ഫാസിയെയും മകൻ മനോജിനെയും സഹായിയെയും ഈ ജയചന്ദ്ര പണിക്കർ കുത്തുന്നത്. അങ്ങനെ നാട്ടുകാരെ പോലീസിൽ അറിയിച്ചതിനെ തുടർന്നാണ് ഇവരെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ മറ്റേ സെക്യൂരിറ്റി ജീവനക്കാരനായ ഫാസിയുടെ നില അതീവ ഗുരുതരമായിരുന്നു. അങ്ങനെ അവര് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് 3 പേരെയും അയച്ചിരുന്നു. രാവിലെയാണ് ഫാസിയുടെ മരണം സ്ഥിരീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അഞ്ചൽ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. ഈ കത്തിക്കുത്തിലേക്ക് എത്താനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് പോലീസ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. മനോജ് സൂചിപ്പിച്ചതുപോലെ 3 പേർക്ക്, ഈ കൊല്ലപ്പെട്ട ഭാസി ഉൾപ്പെടെ 3 പേർക്ക് കുത്തേറ്റിരുന്നു. ഈ ഭാസിയുടെ മകൻ മനോജ്, ഇവർക്കൊപ്പമുണ്ടായിരുന്ന വിഷ്ണു എന്നിവർക്കും കുത്തേറ്റിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇപ്പൊ അപകട നിലയിലേക്ക് എത്തുന്ന തരത്തിലുള്ള അവരുടെ കുത്ത്. ഭാസിക്കായിരുന്നു ഗുരുതരമായ നിലയിൽ കുത്തേറ്റത്. അത് അഞ്ചലിന്റെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ തന്നെ ഭാസിയുടെ നില അതീവ ഗുരുതരമായിരുന്നു. എത്രയും വേഗം തിരുവനന്തപുരം ആശുപത്രിയിൽ എത്തിക്കണമെന്നുള്ള നിർദ്ദേശമാണ് അവർക്കൂടെ നൽകാൻ കഴിഞ്ഞത്. അങ്ങനെ തിരുവനന്തപുരത്ത് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ആശുപത്രി ജീവനക്കാർ ആവുന്നത്ര പരിശ്രമിച്ചെങ്കിലും പുലർച്ചയോടുകൂടി മരണം സ്ഥിരീകരിക്കുകയായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഈ കേസിലെ പ്രതിയായിട്ടുള്ള ജയചന്ദ്ര പണിക്കരുടെ ഒരു പശ്ചാത്തലം എന്താണ്? കാരണം ഇങ്ങനൊരു കത്തിയുമായി 3 പേരെ ആക്രമിക്കുന്ന, ഒരാളെ കൊലപ്പെടുത്തുന്ന സംഭവം ഉണ്ടാകുന്നു. ഇയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ കൊലയാളിയായിട്ടുള്ള ഈ ജയചന്ദ്ര പണിക്കർ? മനോജ്, നമുക്ക് നാട്ടിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് അത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇദ്ദേഹത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ച് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഫാസിയുമായുള്ള ഒരു തർക്കം മകനും സുഹൃത്തും ഏറ്റെടുക്കുകയും ഈ ജയചന്ദ്ര പണിക്കരെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. അതിന് പ്രതികാരം എന്ന നിലയിലാണ് ഈ ഫാസിയെ ആക്രമിക്കാനായാണ് ഇദ്ദേഹം ബിവറേജിൽ എത്തുന്നത്. ഈ സമയം മനോജും വിഷ്ണുവും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 പേരെയും കുത്തുകയായിരുന്നു. ആദ്യത്തെ കുത്ത് ഫാസിക്കാണ് കൊള്ളുന്നത്. ഫാസിക്ക് കുത്തുകൊള്ളുമ്പോൾ തന്നെ മറ്റു 2 പേരും പകച്ചു. ഈ സമയം നോക്കി മനോജിനെയും വിഷ്ണുവിനെയും ആക്രമിക്കുകയായിരുന്നു. അങ്ങനെയാണ് 3 പേർക്കും കുത്തേൽക്കുന്നത്. ഇത് ഈ ബിവറേജ് ഔട്ട്ലെറ്റിന് തൊട്ടടുത്തുള്ള ഒരു സിമന്റ് ഗോഡൌണിന്റെ ഭാഗത്തായതിനാൽ വളരെ വേഗം ആൾക്കാരുടെ ശ്രദ്ധ വരുന്ന നിലയിലായിരുന്നില്ല. ഈ കുത്തുകൊണ്ട് നിലവിളി കേട്ട അതിന് ശേഷമാണ് ആൾക്കാരൊക്കെ അവിടെ കൂടിയെത്തുന്നത്. ഈ സമയം കൊണ്ട് ഇദ്ദേഹത്തിന് 3 പേരെയും ആക്രമിക്കാൻ കഴിയുന്ന നിലയിലേക്കായിരുന്നു കാര്യങ്ങളുള്ളത്. മനോജാണ് പുനലൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കൊല്ലം അഞ്ചലിലാണ് ഒരാൾ ഈ വാക്കുതർക്കത്തിനിടെ, കത്തിക്കുത്തിനിടെ ഒരാൾ കൊല്ലപ്പെട്ടത്. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ പരിക്ക് സാരമുള്ളതാണെന്നാണ് മനോജ് നൽകുന്ന വിവരങ്ങൾ. ഈ പ്രതിയെ ജയചന്ദ്ര പണിക്കരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ചും എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ആക്രമണം നടത്തിയതെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.